ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പാതയോരത്തെ തണൽ മരങ്ങൾ വളരെ ഒരു അനുഗ്രഹം തന്നെയാണ്. തണൽ മാത്രമല്ല, നാടിന് വൃത്തിയും സൗന്ദര്യവും കൂടെ ഉണ്ടാകും. ഒരു പച്ചപ്പിൻ്റെ, ഒരു ഹരിതാഭത്തിൻ്റെ ഒരു കാന്തിയും ഉണ്ടാകും. പക്ഷെ അത് ശരിയായ രീതിയിൽ പരിപാലിക്കാതിരുന്നാൽ മനുഷ്യനും നാടിനും ആപത്തുമാകാം. മരം വെച്ചിട്ട് പോകുക മാത്രമല്ല, അത് സമയാസമയം വെട്ടി ഷേപ്പാക്കി നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ തന്നെ, ഒരു പ്രത്യേക ഷേപ്പാക്കി വളർത്തുകയാണെങ്കിൽ തന്നെ അതൊരു ഭംഗി തന്നെയാണ്. നമ്മളിവിടെ കാണുന്ന മരങ്ങൾ എല്ലാം തന്നെ കാട് പോലെ വളർന്ന്, അതിന് താഴെ പുല്ലൊക്കെ വളർന്ന് ഒരു വൃത്തിയായിട്ട രീതിയിൽ തന്നെയാണിത്. ഇതൊക്കെ ആര് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല, ആരും ചെയ്യുകയില്ല. അതുകൊണ്ട് കാടുപിടിച്ച് കിടക്കുന്നു. വഴിയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടാകുന്നു. കാട് നല്ല പച്ചപ്പുണ്ട്, കൂടാതെ തണലും ഉണ്ട്. അത് മാത്രം പോരാ, വൃത്തിയെ പരിപാലിക്കുമ്പോൾ അതിന് കൂടുതൽ സൗന്ദര്യവും ഭംഗിയും ഉണ്ടാവും. ഇതിന് ശാഖകൾ സമയാസമയം വെട്ടി പരിപാലിക്കുകയാണ് ഏറ്റവും നല്ല വഴി. മരങ്ങൾ വയ്ക്കുമ്പോൾ തന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് 6 മീറ്റർ അകലത്തിലെങ്കിലും ഇനം വയ്ക്കണം. ഇവിടെ കാണുന്ന മിക്ക മരങ്ങളും 4 മീറ്റർ 3 മീറ്റർ അകലത്താണ് കാണുന്നത്. ചില മരത്തിൽ മറ്റു ഏതൊക്കെയോ വള്ളികൾ പടർന്ന് ഒരു ഭംഗിയില്ലാത്ത കാട് പോലെ കിടക്കുന്നു. അതുകൊണ്ട് ദിശ ബോർഡുകളും നേരെ മാർഗം കാണാൻ കഴിയില്ല. അതുമൂലം കിടക്കുന്നതുകൊണ്ട് ചപ്പുചവറുകളും കൂടുതൽ നിറയും. മാലിന്യങ്ങളും മറ്റും പൊതുജനങ്ങൾ മാലിന്യങ്ങളും ചപ്പുചവറുകളും കൊണ്ട് ഇവിടെ കൊട്ടാനുള്ള ഒരു സൗകര്യമാക്കി ഇവിടെ കാണുന്നു. വൃത്തിയാക്കുമ്പോൾ അതൊന്നും ഉണ്ടാവില്ല, മരങ്ങൾ മാത്രം. അതാണ് ഏറ്റവും നല്ല ഭംഗി. ഇതുപോലെ കാട് പിടിച്ച് കിടക്കുമ്പോൾ എന്ത് ഭംഗിയാണ് നിങ്ങൾ കാണുന്നത്. പച്ചപ്പിനപ്പുറം ഒരു ഭംഗി തന്നെ ഇല്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. കുറേ മരങ്ങൾ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അതിൽ മറ്റു വള്ളികൾ പടർന്നലിച്ച് ഒരു കാട് പോലെ തന്നെ ആയിട്ടുണ്ട്. ഉണങ്ങിയ മരങ്ങൾ സമയത്ത് തന്നെ മുറിച്ചു മാറ്റുക നല്ലത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിക്കാരൻ്റെയോ ആളുകളുടെയോ മേലെ വീഴ് അത് വലിയ പരുക്കായി വലിയൊരു അപകടമാകും. ഇതിനൊക്കെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നല്ല ആളുകളെ നിയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇത് കൂടുതൽ മനോഹരമാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ കൂടുതൽ തണൽ മരങ്ങളാണ് കാണാറുള്ളത് നമ്മുടെ റോഡുകളിൽ മിക്ക ഭാഗത്തും. പക്ഷെ അത് നേരാവണ്ണം പരിപാലിക്കുന്നില്ലെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. കേരളത്തിൽ ഒരു മരപ്പിൻ്റെ ആവശ്യമില്ല തോന്നും, പക്ഷേ വൃത്തിയെ പരിപാലിക്കാത്തതിൻ്റെ ആവശ്യകത എല്ലാവിടെയും പരിപാലിക്കേണ്ടതുണ്ട്. മരങ്ങൾ ഒറ്റത്തടിയിൽ വളരണം. താഴെ നിന്ന് 2-3 ശാഖകൾ വരികയാണെങ്കിൽ അത് അപ്പോൾ തന്നെ മുറിച്ചു കളഞ്ഞ് പരമാവധി ഒരു തടി തന്നെ 3 മീറ്റർ ശാഖ വളരാവുന്ന രീതിയിൽ ഇതിനെ ആക്കിയെടുക്കണം. അതാണ് അതിൻ്റെ ഭംഗി. ഇതുമൂലം വഴിയാത്രക്കാർക്ക് തന്നെ ഒരു മനോഹരമായ കാഴ്ച ഇത് ആയിരിക്കും. താങ്ക് യു.